ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദമലങ്കരിക്കുന്ന ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ഈ വേദിയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലുള്ള മിസ് പായൽ കബാഡിയ ഉൾപ്പെടെ ഈ ലോകത്തിൻ്റെ തന്നെ സിനിമാ പ്രവർത്തന രംഗത്തെ പ്രതിഭകളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, പ്രസംഗമില്ല, തുടർ നടപടികൾ ചെറിയ നേരം കൊണ്ട് നടത്തി നമുക്ക് പിരിയേണ്ട ഘട്ടമായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിൻ്റെ തലസ്ഥാന നഗരം കടലും കാലദേശങ്ങളും കടന്ന് അഭ്രപാളികളിലെ മനോഹാരിത, അഭ്രപാളികളെ അത്ഭുതങ്ങൾ, അഭ്രപാളികളിലൂടെ കടന്നുപോയ കാലദേശങ്ങൾക്കപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം കണ്ടും കേട്ടും മുന്നോട്ട് പോവുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും സിനിമ എഴുതുകയും മാത്രമല്ല, സിനിമ കാണുകയും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന തിരിച്ചറിവോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളമായിട്ടുള്ള മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം സമ്പന്നമായ രാപ്പകലുകൾ എത്തിച്ചേർന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രേമേട്ടൻ പ്രേംകുമാർ സൂചിപ്പിക്കുകയായിരുന്നു, ഈ സിനിമ കാണാൻ എത്തിച്ചേർന്ന ചെറുപ്പക്കാർ സിനിമയോടൊപ്പം ഒരു മാനവികതയുടെ ഒരു അംശം കൂടി പുലർത്താനായി ഇതിൻ്റെ സംഘാടകരൊരുക്കിയ രക്തദാനത്തിൻ്റെ മഹാ ക്യാമ്പയിനിൽ ഇവിടെ സിനിമ കാണാൻ എത്തിച്ചേർന്ന മനുഷ്യരെല്ലാം, ചെറുപ്പക്കാരെല്ലാം പങ്കാളിയാവുകയും സിനിമാ പ്രവർത്തനം മാനവികതയുടെ കരുത്തുള്ള ഒന്നുകൂടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത അസാമാന്യമായൊരു അനുഭവം ഈ മേളയെ തികച്ചും വ്യത്യസ്തമാക്കി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലാണ് കേരളം. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ വേദനകളിൽ പങ്കാളിയായി കേരളം ഒരു മനസ്സായി, മലയാളക്കര, മലയാളത്തെ സ്നേഹിക്കുന്ന ലോകം മുഴുവൻ ഒരു മനസ്സായി ചൂരൽമലയിലെ മനുഷ്യർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു കാലത്ത് സിനിമാ പ്രവർത്തനം കേവലം ഒരു സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല, അത് മാനവികതയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും അടയാള വാക്കുകൂടിയാണ് എന്ന് തെളിയിച്ച 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാകും. എല്ലാ അഭിവാദനങ്ങളും ആശംസകളും നേരുന്നു. നമസ്കാരം.